ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 24 അവേഴ്സ് മെട്രോയിൽ സ്റ്റേ ചെയ്യാൻ പോവാണ് ഗൈസ്. പക്ഷേ ഈ ചാലഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മെട്രോ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, മെട്രോ എപ്പോൾ എൻഡ് ചെയ്യും. അത് ചോദിക്കാൻ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ സ്റ്റാർട്ടിങ് 5:55 ആലുവയ്ക്കുള്ള ഫസ്റ്റ് ട്രെയിൻ 5:45 ടിക്കറ്റ് കൊടുത്തു. എൻഡിങ് എപ്പോഴാ? ആലുവയിൽ നിന്ന് 10:30, തൃപ്പൂണിത്തുറയിൽ നിന്ന് 10:30 ലാസ്റ്റ് ട്രെയിൻ. പിന്നെ ഒരു ദിവസം ഫുള്ള് ട്രാവൽ ചെയ്യാനാണെങ്കിൽ 125 ഒരു പാസ് ഉണ്ട്. 10 ട്രിപ്പ് ഉണ്ടാവും. സ്റ്റേഷൻ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മൾ 5:30 ഇവിടെ എത്തിയിട്ടുണ്ട്. 5:45 തുറക്കുക. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഗൈസ്. അങ്ങനെ ഫൈനലി മെട്രോ തുറന്നു. 5:37 തുറന്നു. തുറന്നില്ലേ? സ്റ്റാഫുകൾ കയറാണല്ലേ. പുറത്താക്കി. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഫൈനലി തുറന്നു. യെസ് മേമോ. 5:51 5:57 ഫസ്റ്റ് ട്രെയിൻ. ഒരു ഡേക്ക് ഫുള്ള് എടുക്കുക എങ്ങനെയാ? ഫുള്ളായിട്ടല്ല, 10 ട്രിപ്പ് ഉണ്ടാവും. അത് മതി ഫുൾ. കുറച്ച് ആൾക്കാർ ഇപ്പൊ കേറിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ ആരും ഉണ്ടാവില്ല. ഈ കണ്ടന്റ് എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 24 അവേഴ്സ് ഇൻ തിയേറ്ററിന്റെ വീഡിയോയിൽ 24 അവേഴ്സ് ഇൻ മെട്രോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത്. ആളെ പേരെന്താണെന്ന് അറിയില്ല. എന്തൊരു ഇതാണ്. ഞാൻ ഇവിടെ സൈഡിൽ വെക്കുക. ആൾക്ക് ഞാൻ ഈ കണ്ടന്റ് പറഞ്ഞിരുന്നതിന് 500 rupees ഞാൻ ആൾക്ക് അയച്ചു തരാൻ പോവാം. കമന്റിന് റിപ്ലൈ ആളുടെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ചോദിക്കും. അപ്പോൾ ഇൻസ്റ്റ ഐ ഡി പറയുകയാണെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് 500 rupees ഞാൻ ആൾക്ക് അയച്ചു കൊടുക്കാൻ പോകും. അതേപോലെ ഇനി നിങ്ങൾക്കും എനിക്ക് കണ്ടന്റ് പറഞ്ഞു തന്നിട്ട് അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഞാൻ പൈസ തരും. നെക്സ്റ്റ് ടൈം കൊണ്ടിട്ട് 1000 rupees ആണ് ഞാൻ ഓരോ കണ്ടന്റിന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വല്ല കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട്, എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം കണ്ടന്റ് കിട്ടാനാണ് ഏറ്റവും പാട്. ഫസ്റ്റ് ട്രെയിന് ആലുവ വരെയാണ്. അത് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആലുവ എത്തിയിട്ട് ബാക്കി പറയാം. സമയം 6 മണി. പിന്നെ ഇന്ന് ദിവസം മെയ് 1 അല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ദിനാണ്. അതുപോലെ റെട്രോ ഇറങ്ങുന്നുണ്ട്. സൂര്യയുടെ റെട്രോ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ മെട്രോ ഇറങ്ങുന്നുണ്ട്. സൂര്യയുടെ റെട്രോ ഇറങ്ങുമ്പോൾ നമ്മൾ മെട്രോ ആലുവ. ഫസ്റ്റ് ട്രിപ്പ് ആലുവ എത്തിയിട്ടില്ല. അപ്പോഴേക്കും ഉറക്കാൻ തുടങ്ങി. ഉറക്കാൻ തുടങ്ങിയ ഇതെങ്ങനെ 24 മണിക്കൂർ നീ ഇതിന് വിളിക്കുക. ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. ഫസ്റ്റ് തന്നെ ഉറക്കം വന്നിട്ട് പോയാലോ? 6:40 എത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയുണ്ട്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറ പോയി ചായ കുടിക്കാമല്ലോ. വിശക്കുണ്ടാവും ചെറുതായിട്ട്. സെക്കൻഡ് ട്രിപ്പിന് പോകാൻ പോകാം. നല്ല തിരക്ക് കൂടി തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഹെൽത്ത് കണ്ടീഷൻ? പിന്നെ ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇവനാണ് പ്രാങ്കർ സാലി. ഇത് മോസ്റ്റ് നൊട്ടോറിയസ് പ്രാങ്കർ ഇൻ കേരള. പെണ്ണുങ്ങളുടെ കണ്ണിലൂണിയായ ക്യൂട്ട് ബോയ്. തൃപ്പൂണിത്തുറ 7:35 തൃപ്പൂണിത്തുറ. ആദ്യമായിട്ട് ഞാൻ തൃപ്പൂണിത്തുറ ഇതിക്ക് വരുന്നത് കേട്ടോ. നീ വന്നിട്ടുണ്ടോ മുന്നേ? ഞാനും മെട്രോയിൽ കുറെ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ ആദ്യമായിട്ട് കയറുന്നു. ഇവിടെ ചായക്കട ഉണ്ടോന്ന് അറിയില്ല. ചോദിച്ചു നോക്കണം. അവിടെ തൃപ്പൂണിത്തുറയിൽ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കണ്ടു. അത് ഞാൻ കാണിച്ചിട്ടാ. ഫോട്ടോ എടുക്കണോ? ചേട്ടൻ ഫോട്ടോ എടുത്തോ. എവിടെ നടക്കണ്ട്? എടുക്കട്ടെ. പക്ഷെ ലൈറ്റ് ഉള്ളതുകൊണ്ട് കിട്ടില്ല. കയറി നിൽക്കാൻ പാടോ? കയറി നിൽക്കാൻ പാടോ? സെറ്റല്ലേ? ചേട്ടൻ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി അല്ല. കാരണം നമുക്ക് ചായക്കട കിട്ടിയിട്ടില്ല. ഇത് കൊള്ളാട്ടോ സംഭവം. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ നൈസാണ്. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വേറെ മെട്രോ സ്റ്റേഷനൊന്നും കണ്ടിട്ടില്ല അല്ലേ. ഇത് പുതിയത് ചെയ്താണോന്ന് അറിയില്ല. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. തൃപ്പൂണിത്തുറയില് ചായ ഫെയിലായി. ചായ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങാണ്ടില്ല. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യണം നമ്മുടെ പ്ലാൻ. അവിടെ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ വൈറ്റിലുണ്ടെന്ന് പറഞ്ഞില്ല. വൈറ്റിലിറങ്ങിയിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ കണ്ടന്റിൽ കാര്യമില്ലല്ലോ. 24 അവേഴ്സ് ഇല്ല കേട്ടോ. ക്ലോസ് ചെയ്യുന്ന ടൈം സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് ടൈം വരെ നമ്മൾ ഫുൾ ഇതിൽ നിൽക്കും. വൈറ്റിലെത്തിയപ്പോൾ ഒരു ബോള് കണ്ടു. പക്ഷെ ഇതില് ഒരാൾ മിസ്സിംഗ് ആണ്. എന്നാൽ ലാലേട്ടനെ കാണാല്ലേ ഇതില്. സാലിമ ഇതില് കാണാണ്ടോ ലാലേട്ടനെ?
രണ്ട് മമ്മൂട്ടി ഉണ്ട്, പക്ഷെ ലാലേട്ടനെ എവിടെയും കാണാണ്ടോ എനിക്ക്. അപ്പുറത്തെ വാളിലുണ്ടായിരുന്നു ലാലേട്ടൻ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാളില് ലാലേട്ടൻ, മറ്റേ വാളിൽ മമ്മൂക്കാലെ അങ്ങനെയാണ് ഇതാക്കിയത്. ഞാൻ വിചാരിച്ചെന്താ ലാലേട്ടൻ ഇല്ലാത്തത്. രണ്ട് വാള് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെച്ചുള്ളത്. സോറി ഗൈസ്, അവർ മിസ്റ്റേക്ക്. ഇപ്പൊ ആളീന്ന് തോന്നുന്നു കടൊന്നും തുറന്നിട്ടില്ല. നോക്കിയേ, ഇന്ന് മെയ്ദിനായിട്ടാണോ ഇനി കട അടച്ചിട്ടുള്ളത്? ആ അല്ലടാ, തുറന്നിട്ടുണ്ട്. ഇതാ നോക്കി, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ചായ കിട്ടി, ചോറപ്പം കിട്ടാണോ? രാവിലത്തെ നമ്മുടെ ഫുഡ് വെള്ളയപ്പം പ്ലസ് മുട്ടക്കറി അങ്ങനെ അയച്ചോക്കാം. മെട്രോയുടെ ഉള്ളിൽ തന്നെ കേട്ടോ. മെട്രോ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മെട്രോ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കട. ചായ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നൈസായിരുന്നു. എല്ലാവരും ഇനി പിന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ ബാഗ് എന്തിനാണ്. സർവൈവ് ചെയ്യാനുള്ള ഓരോ സാധനങ്ങളാണ്. ഞാനതിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ വാട്ടർ, ഡ്രിങ്ക് വാട്ടർ, ദെൻ ചാർജർ ഉണ്ട് കേട്ടോ, മാസ്ക്. നമുക്കിനി മെട്രോയിൽ ഉറങ്ങണം, അങ്ങനെ ഉറക്കം വന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ മാസ്ക് ഇട്ട് ഉറങ്ങാം. ഇപ്പം മാസ്ക് ഇടാണ്ട് ഉറങ്ങുകയാണെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ വായും പൊളിച്ചിട്ട് ഇങ്ങനെയാണ് ഉറങ്ങുക. അപ്പോൾ ആരെയിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഏറെ കയറ്റി കഴിഞ്ഞാൽ പണിയാവും. അത് കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മാസ്ക്. പിന്നെ തവിലുണ്ട്, മൈക്ക് ഉണ്ടോ, മൈക്കിൻ്റെ പൗച്ചാണ്. കണ്ണട, എനിക്ക് കണ്ണിൻ്റെ ഇതുണ്ട്, ചെറിയൊരു ഷോർട്ട് സൈറ്റ് ഉണ്ട്. അപ്പം ഇനി തലവേദന വല്ല വരികയാണെങ്കിൽ കണ്ണട. ഇതൊക്കെയാണ് നമ്മൾ ബാഗിൽ എടുത്തുള്ളത്. അടുത്ത ട്രിപ്പ് എവിടേക്കാ? ആലുവ. എന്താടാ എങ്ങനെ ചാലഞ്ച് ഉണ്ട്? അടുത്ത ട്രെയിൻ 3 മിനിറ്റ്. സീറ്റ് പോയില്ലേ? ഫുള്ള് നമ്മൾ ഇങ്ങനെ തന്നെ ആവും. ഇല്ലല്ലേ, ആലുവ തിരിച്ചു വരുമ്പോൾ കിട്ടൂലേ? ആലുവ എന്ത് പറ്റും? എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ട് ഇതുവരെ. എനിക്ക് നൈസായിട്ട് വയറൊന്ന് സീനായി. കാരണം രാവിലെ 4:30 എണിച്ചതാ. വയറ്റിൽ ഗ്യാസ് എറിയുന്നുണ്ട്. അപ്പം എമർജൻസി ആയിട്ട് എടപ്പള്ളി ഇറങ്ങിയിട്ടുണ്ട്. വാഷ്റൂമിൽ പോയിട്ട് നമുക്ക് ബാക്കി ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാം. ഐ ആം ബാക്ക്. നല്ല സുഖമുണ്ട് ഇപ്പോൾ. എന്താ എനിക്ക് തോന്നുന്നത്, രാവിലെ ഫുഡ് കറക്റ്റ് ആയില്ല. 4:30 എണിച്ചതാണ് ഞാൻ. പിന്നെ ഫുഡ് കഴിക്കുന്ന 8:30-ക്കാണ്. 4 മണിക്കൂർ, 5:30, 6:30, 7:30, 8:30, 4 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാണെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം വളരെ നൈസായിട്ടൊന്ന് പണി കിട്ടിയതാണ്. ഇനി എടപ്പള്ളി നമുക്ക് ആലോചിക്കാം. പക്ഷെ അതിന് മുന്നേ കുറച്ച് ഷോപ്പുകളുണ്ട്, അവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് നോക്കാം. പ്രാങ്കർസാലി ഷോപ്പിംഗ് ഇൻ മെട്രോ. ചീർപ്പില്ലേ? ആര് പൊട്ടിച്ച്? ഇത് പക്ഷെ പെണ്ണുങ്ങളുടെ അല്ലേ? അല്ലേ? സാരിന്റെ നീ പെണ്ണുങ്ങളെ യൂസ് ചെയ്യാ? എൻ്റെ കയ്യിലുള്ള സാധനം പോലത്തെ സാധനം ഇവിടെ കണ്ണ്, ഇവിടെ കണ്ണ്. ഇതെന്താണെന്നറിയോ ഗൈസ്? ഇത് ആൾക്കാരെ കണ്ണ് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലിമിനാൻറ്റി എന്ന് പറയലൊക്കെ. ഏത് ഇതിലാ? പച്ച മതി, മറ്റേത് പിങ്കാകുമ്പോ വേണ്ട, പച്ച മതി. പർച്ചേസ്ഡ് ചീർപ്പ് 60 റുപ്പീസ് അല്ലേ? കാണണ്ട, ഇല്ല കോഡ് കണ്ടില്ല. ഓ, ആലോചിക്ക് 6 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഹലോ. വീണ്ടും സീറ്റില്ല. രാവിലെ ഫസ്റ്റ് കയറി പാടില്ല, നമ്മൾ മാത്രമല്ല, അതെ. ഗൈസ്, ആളുകൾ വീണ്ടും എത്തി. അടുത്ത ട്രിപ്പ് 7 മിനിറ്റ് ഉണ്ട് ഗൈസ്. ഗൈസ് ഒട്ടുക്കത്തെ തിരക്കാണെന്താ? എന്താ പരിപാടി? കിടന്നാലാ? കിടക്കല്ല, ഇങ്ങനെ കിടക്കുക. ഗൈസ് വയ്യ, ഉറങ്ങിട്ടല്ല. മാസ്ക് എടുക്കണ്ടേ? സമയം 10:26 വന്നതിൽ ഏറ്റവും തിരക്ക് ഈ സമയത്താണല്ലേ. തൊഴിലാളി ദിനത്തിൽ തന്നെ 2 തൊഴിലില്ലാത്ത ആൾക്കാർ മെട്രോയിൽ വന്നിട്ട് ഒരു പണിയില്ലാണ്ട് നിങ്ങൾക്കൊക്കെ വേറെ പണിക്ക് നോക്കിടും എന്നുള്ള പറഞ്ഞുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു അല്ലേ? ഞാൻ ഉറങ്ങാൻ പോകും, എനിക്ക് വയ്യ. സോ വെപ്പൺ എടുത്തു. വെപ്പൺ ഇനി തൃപ്പൂണിത്തറ എത്തിയിട്ട് കാണാം. ഞാൻ ഉറങ്ങിയപ്പോ നമ്മൾ കേട്ടില്ല അഭ്യാസമുള്ളത്. നീ ഉറങ്ങിയില്ലേ? ഒരു പായ അടിച്ചോ? കിടന്നുറങ്ങിക്കോ. എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞു. കാരണം ഇത് ഉറങ്ങാണ്ട് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ 24 hours ഇരുന്ന പോലെയല്ല. കാരണം തിയേറ്ററിൽ സിനിമ ഉണ്ട്, സിനിമ പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നുമില്ല എന്റർടൈൻമെന്റ്. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. പിന്നെ ആകെയുള്ള എന്റർടൈൻമെന്റ് അതൊക്കെ വന്നു വായ നോക്കാതുള്ള വേറെ എന്റർടൈൻമെന്റ് ഇല്ല. അത് കാരണം കിടന്നുറങ്ങുക, എണീക്കുക, ഇതൊക്കെ കാര്യമാണ്. ആരുമില്ല. വെള്ളം ബോട്ടിലവിടെ വെള്ളം നിറയ്ക്കണം. 11:30 ഗൈസ്. വെള്ളം നിറയ്ക്കാം അല്ലേ? വെള്ളം നിറയ്ക്കാം.
6 മിനിറ്റുള്ള വാൻ പോയി വെള്ളം നിറയ്ക്കണം. വെള്ളത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായത്. ഞങ്ങൾ വെറുതെ ഓടിപ്പോയിട്ട് പണിയായിരുന്നു അല്ലേ. വെള്ളക്കള്ളൻ. ഒരാശ്വാസം, റിഫ്രഷ്മെന്റ്. ഗൈസ്, അപ്പോൾ 2 ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല, എന്നാലും ചേച്ചി മെട്രോയില് 24 മണിക്കൂർ ഒരാൾക്ക് നിൽക്കാൻ പോസിബിൾ ആണോ? പോസിബിൾ അല്ല. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് മുതൽ നിൽക്കാൻ പോസിബിൾ അല്ല. 24 hours വെച്ചാൽ ഒരു ദിവസം ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റും. എന്നാലും ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കാൻ പറ്റും. ടാസ്ക് ആണോ? ഞാൻ അങ്ങനെ ഒന്ന് സഞ്ചരിക്കാൻ പോവാ. 24 hours മെട്രോ. അതാണ് ഇന്നത്തെ കണ്ടന്റ്. സത്യമായിട്ടും ഞങ്ങള് സ്റ്റാർട്ടിങ് 5:30 തുടങ്ങിയതാണ്. 6 മണിക്ക് മെട്രോ ഫസ്റ്റ്. അതുവരെ ഫുള്ള് ഞങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴാ പുറത്താക്കാന്ന് അറിയില്ല. നിങ്ങൾ എവിടേക്ക് പോകുന്നത്? ഓക്കെ ശരി, താങ്ക്സ്. എന്താ വയ്യേ? നമ്മൾ ഫുഡ് കഴിക്കാൻ പോകല്ലോ. സത്യം പറഞ്ഞാല് ഭയങ്കര വയ്യാണ്ടായി. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നത്. ബോറിംഗ് ആണ്. അത് മാത്രമല്ല, തലവേദനിക്കുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ച് കുറച്ചേരം എവിടെ ഇരുന്നിട്ട് കയറണുള്ളൂ. കാരണം വയ്യ, തലവേദനിച്ചിട്ട് പോയാലേ. മെട്രോ സ്റ്റേഷനിലുണ്ടാവും. എവിടേക്കും പോകണില്ല. പക്ഷെ തലവേദന ആയി തുടങ്ങി. ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കണ്ടറിയാം. കേടാ ഞാൻ അടിച്ചു പോയി ഗൈസ്. വിഷയം മറക്കണില്ല. ഓവർ സ്റ്റേഡ് എന്നാണ് കാണിക്കുന്നത്. ലിമിറ്റ് കഴിഞ്ഞാ ഈ കാർഡ് അകത്തേക്ക് വെച്ച് കേറി ഞങ്ങൾ ഓരോ സ്റ്റേഷനിലേക്ക് പോയി. ഓരോ സ്റ്റേഷനിലേക്ക് പോയോ? എക്സിറ്റ് ചെയ്തില്ലേ? എക്സിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങള്. എന്നിട്ട് നിങ്ങൾ എത്ര നേരം എവിടെയായിരുന്നു? 9:45 10 മണിക്ക് കയറിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങൾ ഇവിടെ തന്നെ കറങ്ങിയായിരുന്നു. അപ്പൊ ഇതെന്താ വീണ്ടും എടുക്കണോ? നമ്മൾക്ക് ഒരു ടിക്കറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാല് 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. നിങ്ങളിപ്പോ ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണിത് ഓവർ സ്റ്റേ കാണിക്കുന്നത്. അപ്പൊ ഇനി വീണ്ടും എടുക്കേണ്ടി വരുമോ? വീണ്ടും എടുക്കണമെങ്കിൽ എടുക്കാം. അയ്യോ വേണ്ട, ഇതിൽ തന്നെ സെറ്റാക്കി തന്നാ മതി. വീണ്ടും എടുക്കാൻ വയ്യ. ഇതിപ്പോ ഇതല്ലോ വന്നുള്ളത്. കാർഡായതുകൊണ്ടാണ് അത് പെനാൽറ്റി ഒന്നും ആവാത്തത്. പക്ഷെ ഒരു കൗണ്ട് കുറഞ്ഞോണ്ടിരിക്കും. 6 ബാക്കിയുണ്ടല്ലേ? 6 ബാക്കിയുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ഇനി ചേച്ചി ഉണ്ടാവില്ലല്ലേ? വേറെ എന്തെങ്കിലും അവരോട് പറയാലേ? ഒന്നും പറയണ്ട, കാർഡ് കൊടുത്താൽ മതി. ഓക്കെ. യെസ്, 2 മണിക്കൂറാണ് അടുപ്പിച്ച് നിൽക്കാൻ പാടുള്ളൂ മെട്രോയിൽ. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീണ്ടും കയറണം എന്നാണ് അവർ പറഞ്ഞത്. അവരെന്നെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ചേച്ചിമാര്? ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ ഒരു ദിവസത്തേക്ക് എടുക്കുമ്പോൾ കയറി ഇറങ്ങാൻ പറ്റുന്ന സ്കീം 10 എണ്ണം പറ്റുള്ളൂ. ഇതിലിപ്പോ നമ്മൾ 4 എണ്ണം കഴിഞ്ഞു. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. ടിക്കറ്റ് ആണെങ്കിൽ പെനാൽറ്റി എടുക്കണ്ട. ടിക്കറ്റ് ഇങ്ങനെ ടിക്കറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പണി കിട്ടും. ഇതിപ്പോ നമ്മൾ ഫുൾ ഡേ എടുത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ 10 എണ്ണം ഇനി 6 എണ്ണം ബാക്കിയുള്ളൂ. അതിൽ വെച്ച് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി എടുക്കും അല്ലേ? അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. തീരെ വയ്യ. കുറെ കടകളുണ്ട്. ഏത് കട സെലക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഫുള്ള് സ്നാക്സ് കടയാണ്. ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ നിന്ന് സെറ്റാണ്. മെക്ഡോണൾഡ്സ് ഉണ്ട്. മെക്ഡോണൾഡ്സ് കയറാല്ലേ? എന്താ സാധനം പറയണത്? ഓ, സെൽഫായിട്ട് നമ്മൾ ഓർഡർ ചെയ്യാം. സെൽഫായിട്ട് എടുക്കേണ്ട സംഭവം. ചോട്ടോ എന്താ ഫ്രൈഡ് ചിക്കൻ നോക്കാം. എന്തൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളപ്പോൾ ഇതാ സെലക്ട് ചെയ്തിട്ടാ. ഇത് 2 എണ്ണം. 2 കൂടെ. ഇപ്പോൾ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വന്നു. കഴിച്ചോട്ടെ. ഫുഡ് കഴിച്ചു. ഇപ്പൊ സമയത്രേ 1:48. കുറച്ച് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത്. കാരണം വയ്യാണ്ടായില്ലേ. പിന്നെ ഞാൻ കണ്ണട വെച്ചുട്ടാ. കാരണം എന്റെ തല ഭയങ്കര വേദനിക്കുന്നു. തല മാത്രല്ല, പിന്നെ ഛർദ്ദിക്കാനും വരുന്നു. ഫുഡ് കഴിക്കാനാണോ ഇനി എന്താണെന്നറിയില്ല. എത്ര നേരം ട്രാവൽ ചെയ്തിട്ടാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ ഐ ലവ് മെട്രോ, ഐ ഹേറ്റ് മെട്രോ പോലെ ആയി. വയ്യാണ്ടായി. എന്നുവെച്ചാൽ മെട്രോനെ കുറ്റം പറഞ്ഞല്ല, നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വയ്യാണ്ടായി. ഇനി അടുത്ത് നമ്മൾ വീണ്ടും തൃപ്പൂണിത്തറയ്ക്ക്. വേറെ ടാസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടും തോറും ഇറങ്ങണം. ഇല്ലെങ്കിൽ നേരത്തെ പോലെ പണി കിട്ടും. ഇന്ന് കയറി സമയം ഞങ്ങൾ വീണ്ടും തൃപ്പൂണിത്തറ എത്തി. 2:45
ഞങ്ങൾ വീണ്ടും കയറി റിപ്പീറ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൂണിത്തറയിൽ നിന്ന് ആലുവയ്ക്ക് എത്ര സമയം എടുക്കുന്നതാണ്. അത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. പൂണിത്തറയിൽ നിന്ന് ഇപ്പൊ എടുത്തുള്ള ടൈം 2:51 തൃപ്പൂണിത്തറയിൽ നിന്ന് എടുക്കും. ഇനി ആലുവയ്ക്ക് എപ്പോഴാണ് എത്താന്ന് നമുക്ക് നോക്കാം അല്ലേ. റെക്കോർഡ് ചെയ്യുന്ന ഫോൺ ചാറ്. സോ ലെറ്റ്സ് ചാർജ് ഈ ഫോണിൽ പാർക്കിനകത്തേക്ക് വാട്ടർ മെട്രോ സർവീസും അവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കും ഇൻഫ്രാ പാർക്കിലേക്കും ടൈപ്പ് സി ടു ടൈപ്പ് എ ആണ്. എന്ത് ചാർജ് കൊടുക്കുന്നുണ്ടോ? ഓ പണ്ട. നിങ്ങൾ ചാർജറായിട്ട് മെട്രോക്ക് വരണമെങ്കിൽ ടൈപ്പ് എ ടു ടൈപ്പ് സി എടുക്കുക. ടൈപ്പ് സി ടു ടൈപ്പ് സി എടുത്തു കഴിഞ്ഞാൽ പണി മാറും. സോ ബി കെയർഫുൾ. സീരിയസ്ലി തീരെ വയ്യ. സാലിമ അപ്പുറത്തുണ്ട്. സാലിമ അയ്യേ അയ്യേ. കേരളയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ തിരക്ക് ഇതാണല്ലേ അല്ലേ? നല്ല തിരക്കായി പോയി. തിരക്കാണ്. ഇതാണ്ടാ ചില സീറ്റ് മാത്രമല്ല സ്പോഞ്ച് സീറ്റ്. നല്ല സുഖമാണ്. അടിപൊളി ഗായ്സ്. ശരിക്കും ഇത് നമുക്കുള്ളതല്ല. അസിസ്റ്റന്റ് ഫിസിക്കൽ ചാലഞ്ചർ സീനിയർ ആൻഡ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും ഒക്കെ ഉള്ള സീറ്റാണ്. അറിയാണ്ട് ഇരുന്നതാണ് ഇപ്പോൾ അത് കാണുന്നത്. സോറി ഇപ്പോഴാണ് കാണുന്നത്. ജനിച്ചു ഇപ്പോഴാണ് കണ്ടത്. പക്ഷെ നല്ല സുഖമുണ്ട്. അയ്യോ നമ്മൾ ആലുവയിൽ എത്തിയ സമയം എത്രയും 3:44. അയ്യോ സമയം ആവാറായില്ലേ? 2 മണിക്കൂർ ആവാറായില്ലേ? വാ ഓടിക്കോടിക്കോ. 2 മണിക്കൂർ ആവല്ലേ? വേണം. ജസ്റ്റ് എസ്കേപ്പ് അല്ലേ? 10 മിനിറ്റ് കൂടി ലേറ്റ് ആവണമെങ്കിൽ നമ്മളെ വീണ്ടും പിടിച്ചിട്ടായിരുന്നു. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം അല്ലേ? സാലിമേ ചായ കുടിച്ചാൽ ക്ഷീണം മാറുമോ? ചായ കുടിച്ചിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഒരു 4:30 4:45 നമുക്ക് പോവാല്ലേ? ഇപ്പൊ തിരക്കുണ്ട്. സമയം എത്രയായി? 3 മിനിറ്റ് തിരക്കി. സമയം എത്രയായി? 4:41. മോനെ ഒടുക്കത്ത് തിരക്കാണ്. ആ ബാക്കിൽ പോവാം. ആലുവ ടു തൃപ്പൂണിത്തറ എത്ര ടൈം എടുത്തു? 2:51 കഴിഞ്ഞിട്ട് 3:44. 33 മിനിറ്റാണ് ഒരു 5 നിന്ന് 5 വരെ എത്താൻ വേണ്ടി പിടിച്ചത്. വീണ്ടും തൃപ്പൂണിത്തറ ടെർമിനൽ. വീണ്ടും 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 പ്രാവശ്യം അറിയില്ല അല്ലേ? 3 പോണ കൊറേ 5:30. ഗൈസ് അപ്പൊ നമ്മുടെ കളിക്കാരൻ തൃപ്പൂണിത്തറയില് കുഴഞ്ഞിരിക്കാണ് AC കൊണ്ടിട്ട്. ഛർദ്ദിക്കാൻ വരും. ആ എന്നാ വാ കുഴപ്പമില്ല. വാ വാ കംപ്ലീറ്റ് ചെയ്യാ. വാ വാ ഉഷാറ്. EAP ലോഞ്ച്. ഇവിടെ ആരുമില്ല. പാസഞ്ചേഴ്സ് തന്നെ അല്ല. ഒച്ചണ്ടോ? പോയക്കടാ. വേണ്ട എന്ത് കാണിക്കും ഇവ? എന്താണ് സൈക്കോ കേട്ടോ. സെൻസറാടാ. വീണ്ടും കയറി. സാലിമേ എന്തായാലും ബോറടിച്ചിരിക്കല്ലേ? എത്ര സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ട്? ഇരുപത്തഞ്ച് ഉറപ്പാ? ഞാൻ പറയാൻ പോട്ടെ. എന്റെ വിശ്വാസത്തിൽ പറയണത് 25 അല്ലേ? ഗൈസ് അപ്പൊ എല്ലാരും പോവാണ്. ചെക്ക് ഉറങ്ങാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും ആലുവയിൽ എത്തിയിട്ടുണ്ട്. 7:08. പക്ഷെ വേറൊരു സീനുണ്ട്. നമ്മൾ ട്രെയിൻ മിസ്സായത് കഴിഞ്ഞതിന് ശേഷം അടിക്ക് പോയി വന്നുമ്പോഴേക്കും അടുത്ത ട്രെയിനിന്റെ സമയം കാണിച്ചത് 17 മിനിറ്റ് ആണ് ഗൈസ്. 17 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ട്രെയിൻ വീണ്ടും വന്നു ഗൈസ്. ഇനി നമ്മൾ വൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ തിരിച്ച് വൈറ്റിലെത്തിയിട്ട് സത്യം പറഞ്ഞാൽ തീരെ വയ്യ. നല്ല ഈ സൈഡൊക്കെ ഫുള്ള് ഭയങ്കര കുത്തലാണ്. രാവിലെ വന്ന കട ഉണ്ടല്ലേ, അവിടേക്ക് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയുള്ള പ്ലാന് സിമ്പിളാണ്. 8:30 കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടൊരു 9:15 ആട്ടം നമ്മൾ കയറും തൃപ്പൂണിത്തറയ്ക്ക് വിടുന്നത്. തൃപ്പൂണിത്തറയിൽ നിന്ന് നമ്മൾ ആലുവ പോകും. തൃപ്പൂണിത്തറയിൽ നിന്ന് ആലുവ എത്തുമ്പോഴേക്കും ഒരു 10:30 എടുത്ത് മുന്നേ എത്തുന്നതായാലും. എന്നിട്ട് 10:30 നമ്മൾ ആലുവയിൽ നിന്ന് കടവന്ത്ര കയറും. കടവന്ത്ര എന്നിട്ട് ഒരു 11:15 പറ്റുന്ന അവിടെ. അപ്പോൾ അതാണ് പ്ലാന്. ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ട്രെയിനിൽ കയറി ഉറങ്ങാൻ പോകാം ഫുള്ളായിട്ട്. സീരിയസായിട്ട് പറയാൻ തീരെ വയ്യ. എന്തായാലും ഞങ്ങൾ കുറച്ച് ഫുഡൊന്ന് കഴിക്കട്ടെ. രാവിലെ കഴിച്ചാട് നൈറ്റ് ചപ്പാത്തി തൃപ്പൂണിത്തറ സമയം 21:18 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:18. ഇനി വീണ്ടും കയറാൻ പോവാണ്. നമ്മൾ പരിപാടി ഇവിടുന്ന് ആലുവ പോവാ, തിരിച്ച് കടവന്ത്ര വരാം. അപ്പോൾ ഒറ്റ ഉറക്കാണ്. ബാക്കി നമുക്ക്
കടവന്തര നാളാല്ലേ. അപ്പോൾ ഫൈനലി ദ ചാലഞ്ച് ഈസ് കംപ്ലീറ്റഡ്. ഒന്നും പറയാനില്ല മക്കളെ, വയ്യാണ്ടായി. ഞാൻ 24 hours ഇൻ തിയേറ്റർ ചെയ്തപ്പോഴൊന്നും ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ണ്, തല, പിന്നെ കഴുത്തിൻ്റെ ഈ സൈഡൊക്കെ ഒരു വല്ലാത്ത ഒരു ഇതായിപ്പോയി. എന്നാലും ഇനി ഒന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും. ഈ ചാലഞ്ച് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ഈ നിമിഷം ആ ചാലഞ്ച് പറഞ്ഞു തന്ന ആ സബ്സ്ക്രൈബർ ചങ്കിനെ ഞാൻ ഓർക്കുന്നു. എന്തായാലും ഭയങ്കര എക്സ്ട്രീം ആയിപ്പോയി. ഓക്കെ, ബൈ.